Hello children, welcome to Kids Area Online. ക്രിസ്മസ് എക്സാം അടുത്തു വരികയാണല്ലേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനായിട്ടുള്ളൂ. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഇപ്പോൾ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ അവൈലബിൾ ആണ്. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷന് പുറമെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് മാത്രമായിട്ട് നൽകുന്നത്. ലൈവ് ക്ലാസ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടുണ്ട്. എക്സാം കഴിയുന്നത് വരെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉള്ളത്. ട്യൂഷൻ അത് കഴിഞ്ഞും മുന്നോട്ടുണ്ടാകും. ഇപ്പോൾ ലൈവ് ക്ലാസ് വരുന്നത് 1ാം ക്ലാസ്സിന് 5 മണിക്കാണ്, 2ാം ക്ലാസ്സിന് 6 മണിക്കാണ്, 3ാം ക്ലാസ്സിന് 7 മണിക്കാണ്, 4ാം ക്ലാസ്സിന് 8 മണിക്കാണ്. ഇനി നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, റെക്കോർഡ് ക്ലാസ് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. 6ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. എന്ന് ജോയിൻ ചെയ്താലും 6ാം തീയതി മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. ഇനിയുള്ള ക്ലാസ്സുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ഫീ വരുന്നത് 400 ആണ്. 400 രൂപയാണ് ഫീ വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ആണോ ആവശ്യം, 1ാം ക്ലാസ് ആണോ, ഏത് ക്ലാസ്സിൻ്റെ ആണോ, റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ലൈവ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ. എക്സാമിന് ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് എഴുതാം, ഏതൊക്കെ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മലയാളമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ പ്രസംഗം തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, ഒരു പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, മലയാളത്തിൽ ഒരു ചോദ്യമായിട്ട് വരുന്നതാണ്. തത്സമയ വിവരണം ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതേപോലെ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആ ചോദ്യമാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ എഴുതാം, എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ ചോദ്യം വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. പ്രസംഗം തയ്യാറാക്കാം. താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്തി കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെ കുറിച്ച് ഒരു ലഘു പ്രസംഗം എഴുതി തയ്യാറാക്കൂ. അപ്പൊ പ്രസംഗത്തിന്റെ വിഷയം ഇതാണ്, കൃഷിയും കേരളീയ ജീവിതവും. അപ്പോ കൃഷിയെ കുറിച്ചൊക്കെ നമ്മൾ മലയാളത്തിലെ പാഠത്തിലൊക്കെ പഠിച്ചതാണ്. പണ്ടുള്ളത് പോലെയുള്ള വൃക്ഷങ്ങളും ചെടികളും ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. കെമിക്കലൊക്കെ, രാസവളങ്ങളൊക്കെ കൂടുതലിട്ട ഭക്ഷ്യ വസ്തുക്കളാണ് നമുക്കൊക്കെ ഇപ്പൊ കിട്ടുന്നത്, കഴിക്കേണ്ടി വരുന്നത്. വിഷം ഒക്കെ ഉള്ളിൽ പോയി മരിക്കുന്ന ആൾക്കാരുണ്ട്. ജങ്ക് ഫുഡിനൊക്കെ അടിമപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പാഠഭാഗത്ത് പഠിച്ചതാണ്. അതിൽ നിന്നുമുള്ള ചോദ്യമാണ് കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെ കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ്സും കൂടെ ആ ചോദ്യത്തിന്റെ കൂടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് മുൻനിർത്തി വെച്ചിട്ട് വേണം, ആ സൂചനകളൊക്കെ നോക്കിയതിനു ശേഷമാണ് പ്രസംഗം എഴുതി തയ്യാറാക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. തന്നിട്ടുള്ള സൂചനകൾ ടീച്ചർ വായിക്കാം. നെൽവയലുകൾ നിറഞ്ഞു നിന്ന പണ്ടത്തെ കേരളം. 2ാമത്തെ പോയിന്റ്, വയൽ നികത്തി കെട്ടിടങ്ങൾ പണിയൽ. 3ാമത്തെ പോയിന്റ്, കൃഷിഭൂമി തരിശിടൽ. 4ാമത്തെ പോയിന്റ്, കൃഷിയോടുള്ള താല്പര്യമില്ലായ്മ. 5ാമത്തെ പോയിന്റ്, ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കൽ. ഈ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ആ ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു പ്രസംഗം തയ്യാറാക്കിയാലോ? എങ്ങനെയാ ഒരു പ്രസംഗം തുടങ്ങുന്നത്? ആദ്യം തന്നെ നമസ്കാരം എന്നൊക്കെ പറയത്തില്ലേ? പ്രസംഗം ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. പ്രസംഗം എങ്ങനെയാ ആദ്യം തുടങ്ങുന്നത്? മാന്യ സദസ്സിന്
നമസ്കാരം എന്നാണ് ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്, ഏത് വിഷയത്തെ കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് ഉള്ള ഒരു ചെറിയൊരു ഇൻട്രോ പോലെ കൊടുക്കണം. കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതൊരു പ്രസംഗമാണ് ഞാൻ പറയാൻ പോകുന്നത്, എന്റെ പ്രസംഗ വിഷയം ഇതാണ് എന്ന് കേൾക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രസംഗം എഴുതുമ്പോൾ, പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മാന്യസദസ്സിന് നമസ്കാരം എന്ന് എഴുതി തുടങ്ങുക. അതിനുശേഷം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. കൃഷിയും ജീവിത രീതിയും എന്നുള്ളതിനെ കുറിച്ച്, എന്ന വിഷയത്തെ കുറിച്ച് ഒരു ലഘു പ്രസംഗം അവതരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം മാത്രം കാര്യത്തിലേക്ക് കടക്കുക. നെൽവയലുകളും കുളങ്ങളും നിറഞ്ഞ പണ്ടത്തെ കേരളം ഇന്ന് അങ്ങനെയല്ല. മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. കേരളത്തിന് വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കൃഷിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അത് കാരണം മനുഷ്യർക്കുണ്ടാകുന്ന വെല്ലുവിളികൾ എന്താണെന്ന് എഴുതുക. ഏറ്റവും അവസാനം അത് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യം കൂടെ എഴുതി പറയുന്നതായിട്ട് അങ്ങ് നിർത്തുക. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം എന്താണ് ആ പ്രശ്നത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള കാര്യങ്ങൾ പറയുക, പ്രശ്നം എന്താണെന്ന് വിവരിക്കുക. അത് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും വെല്ലുവിളിയാണോ എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് പറയാം. ഏറ്റവും ഒടുവിൽ ഇതെങ്ങനെ പരിഹരിക്കാം, ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിൽ എഴുതി നിർത്തുക. അവസാനം നന്ദി നമസ്കാരം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ ആണോ? ഇങ്ങനെയാണ് പ്രസംഗത്തിന്റെ ഒരു പാറ്റേൺ വരുന്നത്, ഒരു രീതി വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ പ്രസംഗം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ? എല്ലാവർക്കും ടീച്ചറിന്റെ കൂടെ തന്നെ എഴുതി വരാം. ആദ്യം എഴുതേണ്ടത് ആദ്യം എഴുതാനുള്ളത് മാന്യസദസ്സിന് വന്ദനം അല്ലെങ്കിൽ മാന്യസദസ്സിന് നമസ്കാരം എന്ന് എഴുതി തുടങ്ങാം. മാന്യ സദസ്സിന് നമസ്കാരം. ഇങ്ങനെയാണ് പ്രസംഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫ് ആയിട്ടാണ് മെയിൻ കാര്യം എഴുതേണ്ടത്. ആദ്യം മാന്യസദസ്സിന് നമസ്കാരം എന്ന് എഴുതുക. അതിനുശേഷം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഇൻട്രോ കൊടുക്കുക. അതിനുശേഷമാണ് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എഴുതി പോകാം. നെൽവയലുകളും പാടങ്ങളും നിറഞ്ഞ കേരളം
ഇന്ന് കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിറഞ്ഞിരിക്കുന്നു. നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങൾ നികത്തി വീടുകൾ പണിയുന്നു. നെൽപ്പാടങ്ങൾ നികത്തി വീടുകൾ പണിയുന്നു. ചാലുകളും കുളങ്ങളും മണ്ണിട്ടു നികത്തുന്നു. മണ്ണിട്ടു നികത്തുന്നു. കൃഷിയിൽ ലാഭം ഇല്ലാത്തതു കാരണം താല്പര്യം കുറയുന്നു. താല്പര്യം കുറയുന്നു. അതിന്റെ ഫലമായി പച്ചക്കറികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നു. ഇതിനൊരു മാറ്റം വേണം. വീടുകളിൽ പച്ചക്കറികൾ കൃഷി ചെയ്യണം. വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യണം. അതിനു വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി,
നമസ്കാരം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രസംഗത്തിന് വേണ്ടി എഴുതാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. മാന്യ സദസ്സിന് നമസ്കാരം. കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നെൽവയലുകളും പാടങ്ങളും നിറഞ്ഞ കേരളം ഇന്ന് കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നെൽപ്പാടങ്ങൾ നികത്തി വീടുകൾ പണിയുന്നു. ചാലുകളും കുളങ്ങളും മണ്ണിട്ടു നികത്തുന്നു. കൃഷിയിൽ ലാഭം ഇല്ലാത്തത് കാരണം താല്പര്യം കുറയുന്നു. അതിന്റെ ഫലമായി പച്ചക്കറികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നു. ഇതിനൊരു മാറ്റം വേണം. വീടുകളിൽ പച്ചക്കറികൾ കൃഷി ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെയാണ് പ്രസംഗം എഴുതാനുള്ളത്. ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് എഴുതാനുള്ളത്. അപ്പൊ ഒന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ് പ്രസംഗം എഴുതേണ്ടതെന്ന് മനസ്സിലായോ? ആദ്യം നമസ്കാരം പറയുക, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, തന്നിട്ടുള്ള ഹിന്റുകളിൽ നിന്നും ക്ലൂവിൽ നിന്നും കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സൂചനകളിൽ നിന്നും അത് മുൻനിർത്തി ബാക്കി കാര്യം വിശദമായിട്ട് എഴുതുക. അവസാനം അതിനൊരു പരിഹാരം കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞ് എഴുതി നിർത്തുക. അപ്പോൾ പ്രസംഗം എങ്ങനെയാണ് എഴുതി തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായോ? എല്ലാവരും ഇതൊന്ന് എഴുതി നോക്കുക. ഇതിനു പുറമെ സ്വന്തമായിട്ട് നിങ്ങൾക്കും എന്തെങ്കിലും വരികൾ കിട്ടുന്നതായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതി കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇതുപോലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. റെക്കോർഡ് ക്ലാസ് ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9746487799. ഇനി നിങ്ങളുടെ കുട്ടികളെ ട്യൂഷനാണ് ചേർക്കാൻ ആഗ്രഹമെങ്കിൽ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ, ചിൽഡ്രൻ, ബൈ. താങ്ക് യു.